വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കൂടുതൽ വിശദാംശങ്ങളുമായി കിഷോർ തോമസ് മാനന്തവാടിയിൽ നിന്ന് ചേരുന്നുണ്ട്. കിഷോർ, ഈ മരിച്ചയാളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് മരിച്ച ആളുടെ ബാക്കി നടപടികൾ പൂർത്തിയാക്കണം. അതിനൊപ്പം നമുക്ക് അതിന് തൊട്ട് മുൻപ് തന്നെ നമുക്ക് 2 പേര് നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് ഇന്ന് രാവിലെ ഈ അപകടം നടക്കുമ്പോൾ, അപകടം നടന്ന് ആന നമ്മുടെ മരണപ്പെട്ട അജിയെ ഓടിച്ചകത്തേക്ക് കയറ്റുമ്പോൾ ഗേറ്റ് തുറന്നു കൊടുത്ത് അജിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ 2 പേർ ചേട്ടനും അനിയനുമാണ്. അവർ 2 പേർക്ക് കൃത്യമായി ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. എങ്ങനെയായിരുന്നു രാവിലെ, എന്താണ് ശരിക്കും സംഭവിച്ചത്? രാവിലെ ആ ചേട്ടൻ പണിക്കാരെ നോക്കിയിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ ഈ താഴെക്കൂടെ ആന ഓടിപ്പോവുമായിരുന്നു. അപ്പോൾ അതുവഴി കയറി വന്നു. അപ്പോഴത്തേക്ക് ആനയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതുവഴി ആ ചേട്ടൻ ഓടി വന്നു. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ ഓടി കയറി വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ആന ഇവിടെ എത്തി. അപ്പോൾ ചേട്ടൻ ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടി വന്നു. അപ്പോൾ ആ ചേട്ടൻ ഗേറ്റ് ചാടി കിടന്നപ്പോൾ കാല് കെട്ടിയിട്ട് അങ്ങാണ്ട് വീണു. അങ്ങനെയാണ് ആന ആക്രമിച്ചത്. വീണ് പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് ആള് രക്ഷപ്പെട്ടു പോയാനല്ലേ? വീണു പോയില്ലായിരുന്നെങ്കിൽ പുറകോട്ട് ഓടിയായിരുന്നെങ്കിൽ, ഇത് വീണപ്പോൾ പിന്നെ ഓടാൻ പറ്റിയില്ല. അതാണ് നമുക്ക് ഗേറ്റ് തുറന്നു കൊടുക്കാൻ നിങ്ങൾ ഒരുപാട് നോക്കി, പക്ഷെ സാധിച്ചില്ല. അല്ല, താക്കോല് ഇവിടെയായിരുന്നു. ഇതെടുത്ത് അങ്ങോട്ട് ഓടി പോയതാണ്. അപ്പത്തേക്കും ആന ഇവിടെ എത്തി. അപ്പോൾ ഇങ്ങോട്ട് ഓടി കയറിയതാണ് ഞങ്ങൾ. ഈ 2 സഹോദരങ്ങളാണ് രാവിലെ ആന അജിയെ ഓടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് സ്വന്തം വീടിൻ്റെ ഗേറ്റ് തുറന്നു കൊടുത്ത് അജിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ അജി എന്ന വ്യക്തി, അദ്ദേഹത്തിന് ഇവർക്ക് 2 പേർക്കും ഗേറ്റ് തുറന്നു കൊടുക്കാനായില്ല. അജിക്ക് ഇവിടെ നിന്ന് ചാടി ഗേറ്റ് മറികടന്ന് മുമ്പിലെത്തിയപ്പോഴത്തേനും വീണുപോയി. അത് ആനയുടെ അടിയിൽ പെടുകയും ഈ മരണത്തിന് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കുട്ടികളാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് അവിടെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഉപരോധിച്ച് തന്നെ മാനന്തവാടിയിൽ പ്രതിഷേധം തുടരുകയാണ്. ഇത്തരമൊരു സാഹചര്യം, വീടിനകത്തേക്ക് വരെ ആന കയറി വന്ന് ഒരാളുടെ മരണത്തിന് കാരണമാകുന്നു എന്ന തരത്തിലുള്ള പ്രതിഷേധം, അത് സംഭവിക്കാൻ പാടില്ല, ഇനിയും ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാനന്തവാടി ടൗണിലടക്കം റോഡ് വരെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. വയനാട്ടിൽ നിന്ന് കിഷോർ തോമസ് ആണ് ആ വീടിന് മുന്നിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ആ 2 കുട്ടികൾ അവർ ആ ഗേറ്റ് തുറന്നു കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതിനുള്ളിൽ തന്നെ ആന കയറുന്നു, ഈ ദുരന്തം ഉണ്ടാകുന്നു. വലിയ ഷോക്കിലായിരിക്കും ആ കുഞ്ഞുങ്ങളൊക്കെ തന്നെ. വലിയ പ്രതിഷേധം അവിടെ ആ പ്രദേശത്തുണ്ട്, മാനന്തവാടിയിലുണ്ട്. പ്രതിഷേധത്തിന് ആളുകൾ കൂടി വരുന്നു, ശക്തമാകുന്നു പ്രതിഷേധം എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്.